ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് MySQLും അതേപോലെ പൈത്തണിലും സെറ്റപ്പാണ്. സോ ആദ്യം നമ്മൾ MySQL എന്ന് പറഞ്ഞ് ക്രോമിലടിക്കുക. അപ്പോൾ mysql.com എന്ന് പറഞ്ഞ ആ ഒരു സൈറ്റിൽ കയറാം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഡൗൺലോഡ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഏറ്റവും ആ ഒരു വെബ്സൈറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് പേജിൽ ഇവിടെ നമുക്ക് MySQL കമ്മ്യൂണിറ്റി GPL ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ടത് MySQL കമ്മ്യൂണിറ്റി സെർവറാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് MySQL ഇൻസ്റ്റാളർ ഫോർ വിൻഡോസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. പക്ഷേ ഇതൊക്കെ സിപ്പ് ഫയലുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാളർ വേണമെങ്കിൽ ഗോ ടു ഡൗൺലോഡ് പേജ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഇൻസ്റ്റാളർ കാണാൻ പറ്റും. ഒരെണ്ണം വെബ് ബേസ്ഡ് ഇൻസ്റ്റാളറാണ്. അപ്പോൾ രണ്ടാമത്തത് നമുക്ക് എടുക്കാം, അതായത് ഫയൽ സൈസ് കൂടിയത് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സൈനപ്പും ലോഗിൻ ഒന്നും ചെയ്യണ്ട. നോ താങ്ക്സ്, ജസ്റ്റ് സ്റ്റാർട്ട് മൈ ഡൗൺലോഡ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അത് സേവ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ MySQL ഡൗൺലോഡ് ചെയ്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഡൗൺലോഡ് ആവുന്നുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പൈത്തണും കൂടി നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ക്രോമിൽ എന്ത് ചെയ്യാം, പൈത്തൺ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുക. അപ്പോൾ python.org എന്ന് പറഞ്ഞ ആ ഒരു സൈറ്റിൽ എന്ത് ചെയ്യുക, കയറാം. ഇനി ആ ഡൗൺലോഡ്സിൽ പോവാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് വിൻഡോസിൻ്റെ ഇത് കൊടുത്തോ. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ കുറേ വേർഷൻസ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണ്ടതൊരു വേർഷൻ 7 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പം 6, 7, 8, 9. ഓക്കെ, അപ്പോൾ ആ ഒരു വേർഷനിൽ നമ്മൾ എടുക്കാൻ നോക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ MySQL കണക്ടർ സപ്പോർട്ട് ആവണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എടുക്കാൻ പോണത് 9 തന്നെ ഒരുപാട് വെർഷനുകളുണ്ട്. അതാ 9.2 കുഴപ്പമില്ല. ഓക്കെ, കുറച്ചുകൂടി നല്ല ഒരു വേർഷനാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വിൻഡോസ് ഇൻസ്റ്റാളർ നോക്കാം. 32 ബിറ്റ് ഉണ്ട്, 64 ബിറ്റ് ഉണ്ട്. എൻ്റെ 64 ആയതുകൊണ്ട് ഞാനത് ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ഞാൻ സേവ് ചെയ്യാനായിട്ട് കൊടുത്തു. ഓക്കെ, നമ്മുടെ MySQL ഡൗൺലോഡ് ആവാറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ MySQL ഇൻസ്റ്റാളർ ഡൗൺലോഡ് ആയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതായി വരുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, പൈത്തൺ നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പൈത്തൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആൻഡ് മറക്കരുത് ആഡ് ടു പാത്ത് കൊടുക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, മാനുവലി നമ്മൾ ആ ഒരു എൻവയോൺമെൻറ്റ് വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ആൻഡ് ഇൻസ്റ്റാൾ നോ കൊടുക്കുക. ഇത് സാധാ പോലെ തന്നെ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ആഡ് ടു പാത്ത് വേരിയബിൾ കൊടുക്കണം. ഓക്കെ, ആൻഡ് ഇതൊക്കെ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇത് ഡിസേബിൾ പാത്ത് ലെങ്ത് ലിമിറ്റ് കൊടുക്കാം. ഓക്കെ ഉണ്ട്, ആൻഡ് ക്ലോസ് ചെയ്യാം നമുക്ക്. ഇനി നമ്മുടെ MySQLിൽ ഡെവലപ്പർ ഡിഫോൾട്ട് കൊടുക്കാം. എല്ലാം നെക്സ്റ്റ് അടിച്ചു വിടാം. നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ അത് കുഴപ്പമില്ല. യെസ് കൊടുക്കാം. നെക്സ്റ്റ് യെസ്, പിന്നെ എക്സിക്യൂട്ട് കൊടുക്കുക. ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് ഈ ഒരു പാർട്ട്. അത്യാവശ്യം അധികം ടൈം എടുക്കും ഇത്.
One eternity later. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി നെക്സ്റ്റ് അടിച്ചു വിടാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കൊടുക്കാം. എല്ലാം നെക്സ്റ്റ് തന്നെ, വേറെ ഒന്നുമില്ല. ഇതൊക്കെ ആ ഒരു ഇൻസ്റ്റലേഷൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ് കൊടുക്കാം, പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ട്. ഇനി നിങ്ങൾക്കൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ ഈ പാസ്വേഡ് തന്നെയായിരിക്കും നമ്മുടെ MySQL കണക്ടറിൽ പാസ്വേഡിൻ്റെ ഫീൽഡിൽ കൊടുക്കേണ്ടത്. ഓക്കെ, ഇത് നമ്മുടെ റൂട്ട് എന്ന് പറഞ്ഞ ആ ഒരു യൂസർ നെയിമിന് സെറ്റ് ചെയ്യണതാണ്. ഓക്കെ, ഞാനിവിടെ ഹലോ പാസ്വേഡ് എന്നാണ് കൊടുത്തേക്കണത്. നെക്സ്റ്റ് കൊടുക്കാം. ഇനി എക്സിക്യൂട്ട് കൊടുക്കാം. ആവുന്നുണ്ട്. ഇതും ചില ടൈമിൽ സമയം എടുക്കാറുണ്ട്. ഇപ്പം എന്താണോ ഫാസ്റ്റായിട്ട് ആവുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഫിനിഷ് കൊടുക്കാം, നെക്സ്റ്റ് കൊടുക്കാം. റൗട്ടർ കോൺഫിഗറേഷൻ നെക്സ്റ്റ് കൊടുക്കാം. പ്രൊഡക്റ്റ് കോൺഫിഗറേഷൻ നെക്സ്റ്റ് കൊടുക്കാം. ഇനി നമ്മൾ ഈ ആ റൂട്ടിൻ്റെ ആ പാസ്വേഡ് എന്താണ് കൊടുത്തത് അതിവിടെ പാസ്വേഡ് എന്ന് പറഞ്ഞ ആ ഒരു ഫീൽഡിൽ എൻ്റർ ചെയ്യുക. എന്നിട്ട് ആ ചെക്ക് എന്ന് പറഞ്ഞ ആ ഒരു ബട്ടൺ അമർത്തുക. അപ്പോൾ കണ്ടോ സക്സസ്ഫുള്ളി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. നെക്സ്റ്റ് കൊടുക്കുക, എക്സിക്യൂട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ആ കോൺഫിഗറേഷൻ എല്ലാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എക്സിക്യൂട്ട്. ഓക്കെ, ആയിട്ടുണ്ട്. ഇനി അവസാനം ഫിനിഷ് കൊടുക്കാം. എല്ലാം നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, കഴിഞ്ഞു. ഇനിയിപ്പോൾ MySQLൻ്റെ ഷെല്ല് അതുപോലെ തന്നെ വർക്ക് ബെഞ്ചും ഓപ്പണായി വരും. അത് നമുക്കൊന്നും ആവശ്യമില്ല, അപ്പോൾ അതുകൊണ്ട് അത് ക്ലോസ് ചെയ്ത് കളഞ്ഞു. ആൻഡ് ഇനി നമുക്ക് ചെയ്യേണ്ടത് CMDയിലേക്ക് പോവുക, അതായത് കമാൻഡ് പ്രോംപ്റ്റ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പിപ്പ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, PIP. ആൻഡ് എൻ്റർ കൊടുക്കുമ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അടുത്തത് പിപ്പ് ഇൻസ്റ്റാൾ mysql.connector കൊടുക്കുക. സോ ഇതാണ് MySQL കണക്ടർ ഡൗൺലോഡ് ചെയ്യാനുള്ള കമാൻഡ്. ആൻഡ് ലോഡിംഗ് ഉണ്ട്. ഓക്കെ, ഡൗൺലോഡിംഗ് ആണ്. ഓക്കെ, സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ mysql.connector വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പൈത്തൺ എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇമ്പോർട്ട് എന്ത് ചെയ്യുക, mysql.connector എൻ്റർ ചെയ്യുക. അപ്പോൾ ഇതിൽ വേറെ ഒന്നും കാണിക്കണില്ലെങ്കിൽ നോ എറർ ആണ്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ പ്രിൻറ്റ് mysql.connect ഹോസ്റ്റ് ഈക്വൽ ടു എന്ത് കൊടുക്കാം, ലോക്കൽ ഹോസ്റ്റ് ആൻഡ് യൂസർ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പാസ്വേഡ് എന്താണോ സെറ്റ് ചെയ്തത് അത് കൊടുക്കുക. ഞാനിവിടെ ഹലോ പാസ്വേഡ് എന്നാണ് കൊടുത്തത്. ഓക്കെ, എന്നിട്ട് എൻ്റർ ചെയ്യുമ്പോൾ അത് ഇതേപോലെ ഒരു ഒബ്ജക്റ്റാണ് റിട്ടേൺ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സക്സസ്ഫുള്ളി ഈ പൈത്തണും അതുപോലെ തന്നെ MySQLും തമ്മിലുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ.